അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യായിർ നെതന്യാഹു അമേരിക്കയിലെ മിയാമിയിലെ ഒരു ബീച്ചിൽ വിശ്രമിക്കുന്നതിന്റെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഹമാസ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യായിർ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഹമാസിന്റെ ക്യാമറ കണ്ണുകൾ അങ്ങ് അമേരിക്കയിൽ വരെ എത്തി എന്നതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹമാസ് പ്രവർത്തകർക്ക് അമേരിക്കയിൽ പോകാനും അവിടെ കറങ്ങാനും ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. വളരെയധികം സൂക്ഷ്മ നിരീക്ഷണം ഒക്കെ നടത്തിയിട്ടാണ് ഒരു ഫലസ്തീൻ പൗരനെ അമേരിക്കയിലേക്ക് കടക്കാൻ അനുവദിക്കുകയുള്ളൂ. ഈ സ്ഥാനത്താണ് ഹമാസിന്റെ ക്യാമറ കണ്ണുകൾ അവിടെ എത്തിയത് എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ചിത്രം പുറത്തു വന്നതോടുകൂടി ആകെ പരിഭ്രാന്തിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബം. ഈ ഭൂമിക്ക് മേലെ ഒളിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുരക്ഷിത മേഖല എന്ന് അവർ കരുതുന്ന അമേരിക്കയിൽ ഒളിച്ചിട്ടും അവിടെയും ഫോളോ ചെയ്ത് എത്തിയിരിക്കുന്നു. ഇത് നെതന്യാഹുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ഇതോടുകൂടി നെതന്യാഹു ആകെ പരിഭ്രാന്തിയിലാണ്. ഒളിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുരക്ഷിത സ്ഥലത്ത് ഒളിച്ചിട്ടും അവിടെയും ഫോളോ ചെയ്ത് എത്തിയിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യം നെതന്യാഹുവിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അമേരിക്ക സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഈ ഭൂമുഖത്ത് സുരക്ഷ ലഭിക്കുക? ഇതാണ് നെതന്യാഹുവിനെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു വിഷയം. അങ്ങനെ ഹമാസിന്റെ ചിത്രം നെതന്യാഹുവിന് നൽകിയത് ഉറക്കമില്ലാത്ത രാവുകളാണ്, സമാധാനം കെടുത്തുന്ന രാവുകളാണ്. ഏതായാലും യാതൊരു വിധത്തിലുള്ള അപകടത്തിനും പെട്ടുപോകരുതേ എന്ന് നമുക്ക് ആശിക്കാം. അതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ജീവന്റെ വില എന്താണെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. ഈ ഫലസ്തീനികളെ യാതൊരുവിധ കാരണവും കൂടാതെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലി രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന നെതന്യാഹു ജീവന്റെ വില എന്താണെന്നും സമാധാനത്തിന്റെ വില എന്താണെന്നും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് സമാധാനം? ജീവിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. അത് നിഷേധിക്കുന്ന നെതന്യാഹു ഇതിലൂടെ ഒരു പാഠം പഠിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ സലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.